ഹായ് ഹലോ നമസ്കാരം. സഹകാരി റേസ് പ്ലസിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു ക്ലാസ് ആണ്. ക്ലാസ് കുറച്ച് ലെങ്തി ആയിരിക്കും. ആദ്യമേ തന്നെ പറയാം, നമ്മുടെ സാധാരണ ക്ലാസ്സുകളെ പോലെയല്ല, കുറച്ച് നീളമുള്ള ക്ലാസ് തന്നെയാണ്. കാരണം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 75 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. എന്താണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 75 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തിന്റെ നാൾ വഴികളും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടതെന്നും ഉള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്. ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 75 വയസ്സ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1949 നവംബർ 26-നാണ്. എന്നാണ് 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത്. നവംബർ 26 ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. അപ്പോൾ ഈ നവംബർ 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ച നവംബർ 26 ഇന്ത്യയിൽ എന്തായി ആചരിക്കുന്നു? ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. കൂടാതെ നവംബർ 26 ദേശീയ നിയമ ദിനമായി കൂടി ആചരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? നവംബർ 26 ഇന്ത്യൻ ഭരണഘടനാ ദിനമാണ്. ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തിന് കാരണമായത് 1946-ലെ ക്യാബിനറ്റ് മിഷനാണ്. എന്താണ്? ക്യാബിനറ്റ് മിഷൻ 1946-ൽ രൂപീകൃതമായ ക്യാബിനറ്റ് മിഷനാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തിന് കാരണമായത്. അപ്പൊ ഈ ഡേറ്റ് ആരും മറക്കാതിരിക്കുക. 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് എന്നാണ് 1946 ഡിസംബർ 6-നാണ്. ഈ ഡേറ്റുകൾ തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് 1946 ഡിസംബർ 6-നാണ്. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ സമ്മേളനം ഫസ്റ്റ് സെഷൻ അല്ലെങ്കിൽ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നെന്ന് ചോദിച്ചാൽ 1946 ഡിസംബർ 9-നാണ്. രൂപീകൃതമായി കൃത്യം 3 ദിവസം കഴിഞ്ഞതിന് ശേഷമായിരുന്നു ആദ്യത്തെ സമ്മേളനം കൂടിയത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. അപ്പൊ അവരൊരു അധ്യക്ഷനെ ഒന്നും തീരുമാനിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ സമിതിയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം തന്നെ ചെയർമാൻ ആകട്ടെ എന്ന രീതിയിൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷനായി. അപ്പോൾ ഓർക്കുക, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷനാക്കിയത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത്. അദ്ദേഹത്തെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി നിയമിച്ചത് അല്ലെങ്കിൽ തിരഞ്ഞെടുത്തത് 1946 ഡിസംബർ 11-നാണ്. 1946 ഡിസംബർ 11-നാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനയുടെ സ്ഥിരം അധ്യക്ഷനായി നിയമിച്ചത്. ഭരണഘടനയുടെ നിർമ്മാണത്തിനായി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റികൾ 13 13 കമ്മിറ്റികളാണ് ഭരണഘടനയുടെ നിർമ്മാണത്തിനായി. ഓർക്കുക, ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കമ്മിറ്റികൾ നമ്മൾ പറയും, ഒരെണ്ണം പറയും. അതല്ല, ഇത് ഭരണഘടനയുടെ നിർമ്മാണത്തിനായി രൂപീകരിച്ച കമ്മിറ്റികൾ എത്ര എന്ന് ചോദിച്ചാൽ 13 ഭരണഘടനയുടെ നിർമ്മാണത്തിനായി രൂപീകരിച്ച കമ്മിറ്റികൾ 13. ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ച് രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ അംഗസംഖ്യ. അപ്പോൾ എത്ര മെമ്പേഴ്സ് ആണ് ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ച് രൂപീകൃതമായ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്? എത്രയായിരുന്നു? 389 389 അംഗങ്ങളാണ് ക്യാബിനറ്റ് മിഷൻ അനുസരിച്ച് രൂപീകൃതമായ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അംഗസംഖ്യ. അപ്പോൾ ഈ നമ്പർ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. കാര്യം ഇന്ത്യ വിഭജനം വരുന്നുണ്ട്. 1947 ഓഗസ്റ്റ് 15-ന് നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 14-ന് പാകിസ്ഥാനും രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ 389-ൽ നിന്നും പാകിസ്ഥാനിലുള്ളവര് എന്ത് ചെയ്യുന്നു? സഭയിൽ നിന്നും മാറുന്നു. അപ്പോൾ ഈ നമ്പർ പിന്നെയും ചേഞ്ച് ആകുന്നുണ്ട്.
ഭരണഘടന കരട് രൂപീകരണ സമിതിയുടെ അധ്യക്ഷൻ. ഭരണഘടന കരട് രൂപീകരണ സമിതി അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മിറ്റിയാണ് ഏത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആമുഖത്തെയാണ്. ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിളിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത്. അപ്പൊ നമ്മുടെ ഭരണഘടനയ്ക്ക് ഒത്തിരി വിശേഷണങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഭരണഘടനയുടെ ആത്മാവ് എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആമുഖത്തെയാണ്. ഭരണഘടനയുടെ പ്രിയാമ്പിളിനെയാണ് ആത്മാവ് എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത്. ഈ പ്രിയാമ്പിൾ രൂപപ്പെട്ടിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു തന്നെ അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായി മാറിയത്? ആമുഖമായി മാറിയത്. എന്താണ്? ലക്ഷ്യപ്രമേയം. ജവഹർലാൽ നെഹ്റു തന്നെ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായി മാറിയത്? പ്രിയാമ്പിളായി മാറിയത് അല്ലെങ്കിൽ ആമുഖമായി മാറിയത്. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുന്നത്. ഈ ലക്ഷ്യപ്രമേയത്തെ 1947 ജനുവരി 22 ഭരണഘടന അംഗീകരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നത് 1947 ജനുവരി 22 അപ്പൊ ഓർത്തിരിക്കുക, 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചു. ക്യാബിനറ്റ് മിഷൻ പ്രകാരം 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചു. ഡിസംബർ 9 ആദ്യത്തെ സമ്മേളനം. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ അധ്യക്ഷനായിക്കൊണ്ട് ആദ്യത്തെ സമ്മേളനം. ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കുന്നു. ഡിസംബർ 13 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് പ്രിൻസിപ്പിൾസ് അവതരിപ്പിക്കുന്നു. ഈ ലക്ഷ്യപ്രമേയം 1947 ജനുവരി 22 ആമുഖത്തെ അംഗീകരിക്കുന്നു. അപ്പൊ ഇത്രയും ഡേറ്റുകൾ തിരിഞ്ഞു പോകാതിരിക്കുക, അത് ആ ക്രമത്തിന് തന്നെ പഠിക്കുക. ഡിസംബർ 6, ഡിസംബർ 9, ഡിസംബർ 11, ഡിസംബർ 13 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ഡേറ്റുകളാണ്. പിന്നെ ലക്ഷ്യപ്രമേയത്തെ അംഗീകരിച്ച 47 ജനുവരി 22. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആമുഖത്തെയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32-നെയാണ്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32 പറയുന്നത്. ഈ ആർട്ടിക്കിൾ 32-നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ ആമുഖം അനുസരിച്ച് ഇന്ത്യയുടെ ഭരണഘടനാ പദവി പല ചോദ്യങ്ങളിലും പല ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുള്ളതാണ്. ഇതിന്റെ ഒരു ഓർഡർ നമുക്ക് ഈ വാക്കുകളൊക്കെ ഈ ആമുഖത്തിലുണ്ട്, ഇങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ പറയുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ ആ ഒരു ഓർഡർ പലപ്പോഴും തെറ്റിക്കുന്ന ഒരു പ്രവണത നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലെ? പ്രത്യേകിച്ച് എക്സാം ഹാളിൽ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ എന്തായാലും ചിലപ്പോഴൊന്നും ഓർഡർ തെറ്റാറില്ല, നമുക്ക് മനസ്സിൽ കറക്റ്റാ വരും. പക്ഷെ എക്സാം ഹാളിൽ നമുക്ക് എന്താണ് സംശയമാണ്, എന്താ സോഷ്യലിസ്റ്റ് കഴിഞ്ഞിട്ടാണോ മതേതരത്വം അല്ലെങ്കിൽ ആദ്യം റിപ്പബ്ലിക് ആണോ വരുന്നത് എന്ന രീതിയിൽ ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കുക. നമ്മുടെ ആമുഖമനുസരിച്ച് ഇന്ത്യയുടെ ഭരണഘടനാ പദവി എന്താണ്? പരമാധികാരമുള്ള സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. എന്താണ്? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് ഇന്ത്യ. ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആദർശങ്ങൾ ആമുഖത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഏത് വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് നമുക്ക് ലോക ജനതയ്ക്ക് തന്നെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ 3 വാക്കുകൾ കിട്ടിയത് അല്ലെ? ഈ ആശയം ലഭിച്ചത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ
ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. 1,17,360 ഇംഗ്ലീഷ് വാക്കുകളാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. എന്താണ്? 1,17,360 ഇംഗ്ലീഷ് വാക്കുകൾ. ഇത്രയും വാക്കുകൾ ഞാൻ ഇരുന്ന് എണ്ണിയതല്ല. നമ്മുടെ ഭരണഘടനാ ദിനവുമായി ബന്ധപ്പെട്ട്, അതായത് 75ാം വാർഷികം ആയതുമായി ബന്ധപ്പെട്ട് പത്രത്തിൽ വന്നതാണ് ഇത്. 1,17,360 വാക്കുകൾ. അപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ഈ നമ്പർ പഠിച്ചിരിക്കുക. എനിക്കതൊരു പുതിയ അറിവായിരുന്നു എത്ര ഇംഗ്ലീഷ് വാക്കുകൾ ഉണ്ടെന്ന്. അപ്പോൾ ഇത് പുതിയൊരു അറിവായിട്ടുള്ളവർക്ക്, അറിയാവുന്നവർക്ക് ഓക്കെ, അവർക്കറിയാം. പുതിയൊരു അറിവായിട്ടുള്ളവര് ഉറപ്പായിട്ടും ഈ നമ്പർ ഒന്ന് പഠിച്ചിരിക്കുക. ഇനി വരുന്ന പരീക്ഷകളിൽ ഒരു പക്ഷേ നമ്മൾ കാണാൻ പോകുന്നത് ഈ നമ്പരൊക്കെ ആയിരിക്കും. 1,17,360 ഇംഗ്ലീഷ് വാക്കുകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. UN ജനറൽ അസംബ്ലിയിൽ പ്രസിഡന്റ് ആയിരുന്ന ഇന്ത്യൻ വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. അപ്പോൾ ഇത് ഈ ഒരു പോയിന്റ് ഇടയ്ക്ക് കയറ്റിയെന്നേ ഉള്ളൂ, ഓർത്തിരിക്കുക. UN ജനറൽ അസംബ്ലിയിൽ പ്രസിഡന്റ് ആയിരുന്ന ഇന്ത്യൻ വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. 1953 വിജയലക്ഷ്മി പണ്ഡിറ്റ് UN ജനറൽ അസംബ്ലിയിൽ പ്രസിഡന്റ് ആയിരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന നാഴികക്കല്ലുകൾ. അപ്പോൾ നമുക്കൊരു ഭരണഘടന ഉണ്ടായത് വളരെ പെട്ടെന്നല്ല, ആണോ? അല്ല, വളരെ പെട്ടെന്നല്ല. 2 വർഷവും 11 മാസവും 17 ദിവസം, 17 അല്ലെങ്കിൽ 18, ചില ഉത്തരക്കടലാസുകളിൽ 17 എന്നുണ്ട്, ചിലതിൽ 18 എന്നും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കാൻ എടുത്ത സമയം. അപ്പോൾ ഈ 2 വർഷം കൊണ്ട് ഏതെല്ലാം ദുർഘട സാഹചര്യങ്ങളിലൂടെ നമ്മുടെ ഭരണഘടന കടന്നുപോയി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായി ആരാണ് ഭരണഘടന, ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന് ആദ്യമായി പറഞ്ഞ വ്യക്തി ആരാണ്? ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് MN റോയ്. MN റോയിയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹം തന്നെ ദി ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെയാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം MN റോയ് മുന്നോട്ട് വെച്ചത് ദി ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെയാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ദി ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? MN റോയ് ആണ്. MN റോയ് ആണ് ദി ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിന് ഒരു ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന് MN റോയ് 1934 ഉന്നയിച്ചിരുന്നു. അപ്പൊ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിന് ഒരു ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന് MN റോയ് 1934 ഉന്നയിച്ചു. ഈ വർഷം നമുക്ക് ആവശ്യമാണ്. 1934 MN റോയ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയൊക്കെ വേണം എന്നൊരു ആശയം മുന്നോട്ട് വെച്ചത്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണം എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടി വ്യക്തിയാണ് MN റോയ് എങ്കിൽ ആദ്യ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണം എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം, ബോംബെ സമ്മേളനം 1935 ബോംബെ സമ്മേളനത്തിലാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായിട്ട് ചർച്ച ചെയ്തത്. ഇത് വെറുതെ ഒരു ചർച്ചയ്ക്കിട്ടത് മാത്രമേ ഉള്ളൂ, ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ചർച്ചയല്ലായിരുന്നു. എന്നിരുന്നാൽ കൂടിയും ആദ്യമായിട്ട് ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം ചോദിച്ചാൽ അത് 1935 ബോംബെ സമ്മേളനമായിരുന്നു. 1935 ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അധ്യക്ഷൻ. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം ഫെയ്സ്പൂർ സമ്മേളനമാണ്. 1936-37 ഫെയ്സ്പൂർ സമ്മേളനത്തിലാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം. ഈ ഫെയ്സ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ ഫെയ്സ്പൂർ സമ്മേളനത്തിലാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായിട്ട് ഔദ്യോഗികമായി
ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം. വെറുതെ ഒരു ചർച്ചയ്ക്കിട്ട INC സമ്മേളനം ചോദിച്ചാൽ 1935 ബോംബെ സമ്മേളനമാണ്. അതായത് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം 1935 ബോംബെ സമ്മേളനം. അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. എന്നാൽ ഇത് ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം 1936-37 ഫെയ്സ്പൂർ സമ്മേളനം. അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ഫെയ്സ്പൂർ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. അപ്പൊ ഇതോടൊന്ന് ഓർത്തിരിക്കുക, ഫെയ്സ്പൂർ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ബാഹ്യശക്തികളുടെ സ്വാധീനമില്ലാത്ത ഒരു ഭരണഘടനയാണ് ഇന്ത്യക്ക് ആവശ്യമെന്ന് 1938 ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചു. അപ്പൊ എന്താണ്? ബാഹ്യശക്തികളുടെ സ്വാധീനമില്ലാത്ത ഒരു ഭരണഘടന എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഒരു ബ്രിട്ടീഷ് അധിനിവേശ രാജ്യമായിരുന്നു. ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഭരിച്ചിട്ട് ഇനി നമുക്കൊരു ഭരണഘടന തന്നിട്ട് അതിലും അവരുടെ കൈകടത്തലുകൾ നമുക്ക് ആവശ്യമില്ല. ഒരു ബാഹ്യശക്തികളുടെയും സ്വാധീനമില്ലാത്ത പൂർണ്ണമായും സ്വതന്ത്രമായ ഒരു ഭരണഘടനയാണ് ഇന്ത്യക്ക് ആവശ്യമെന്ന് 1938 ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കണമെന്ന പ്രമേയം മോത്തിലാൽ നെഹ്റു അവതരിപ്പിച്ച സമ്മേളനം ബോംബെ സമ്മേളനം 1927 മെയ് 17. അപ്പൊ ഇതെന്തായിരുന്നു? കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി. എന്താണ്? കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കണം എന്ന ഒരു പ്രമേയം അവതരിപ്പിച്ചിരുന്നു. ഈ പ്രമേയം അവതരിപ്പിച്ചത് മോത്തിലാൽ നെഹ്റു ആണ്. ആരാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവായ മോത്തിലാൽ നെഹ്റു ആണ് ഈ പ്രമേയം അവതരിപ്പിച്ചത്. ഈ പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം ബോംബെ സമ്മേളനമായിരുന്നു. 1927 മെയ് 17 മോത്തിലാൽ നെഹ്റു ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിച്ചത്. ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കാൻ മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഓൾ പാർട്ടി കോൺഫറൻസിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചത് 1928 മെയ് 19. അപ്പോൾ ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കാൻ മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഓൾ പാർട്ടി കോൺഫറൻസിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. എന്നായിരുന്നു അത്? 1928 മെയ് 19. ഭരണഘടന നിയമ നിർമ്മാണ സമിതി അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. ക്യാബിനറ്റ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. നമ്മൾ പറഞ്ഞു 1946 ഡിസംബർ 6 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഇപ്പോൾ നമുക്കറിയാം അല്ലെ, നമ്മൾ 1-2 തവണ ഇടയായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6. ഇപ്പോൾ ഡിസംബർ 6 46 നല്ലൊരു റൈമിംഗ് ആയിട്ടല്ലേ അവേർഡ് പോകുന്നത്. 1946 ഡിസംബർ 6. അപ്പൊ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു പഠിക്കുക, ഭരണഘടനാ നിർമ്മാണ സഭ. അപ്പോൾ എല്ലാം ഒരു റൈമിംഗിലാണ് പോകുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എന്ന് 1946 ഡിസംബർ 6. അപ്പോൾ അത് റൈമിംഗ് വേർഡ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഡേറ്റ് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് നമ്മൾ പറഞ്ഞു 1946 ഡിസംബർ 9. അപ്പൊ ഈ 9 നമ്മൾ റൗണ്ട് ചെയ്യുക. ഈ 9 പ്രത്യേകതയുണ്ട്. 1946 ഡിസംബർ 9 ആദ്യ യോഗം ചേർന്നത്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207 ആദ്യ യോഗത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം. ഈ 7+2 അത് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ എത്ര കിട്ടും? 9 കിട്ടും. അപ്പൊ ഇങ്ങനെ ഒന്ന് ഓർത്തിരിക്കുക. ആകെ പങ്കെടുത്തവരുടെ എണ്ണം, ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. എന്നായിരുന്നു ആ സമ്മേളനം? 9-ാം തീയതിയായിരുന്നു. 1946 ഡിസംബർ 9 ഈ സമ്മേളനം. ഈ എണ്ണം ഇങ്ങനെ ഓർത്ത് വെക്കാൻ പറയാൻ കാരണം ഇനി നമ്മൾ കുറച്ച് എണ്ണം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറഞ്ഞത്. ഇനിയും ആ 9 പ്രത്യേകതയുണ്ട്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണവും എത്രയാണ്? 9. അപ്പോൾ ആദ്യ സമ്മേളനവും 9 എന്ന നമ്പറും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. ആദ്യ സമ്മേളനം നടന്നത് ഡിസംബർ 9. ആകെ പങ്കെടുത്തവരുടെ എണ്ണം 207. അത് മുഴുവനായിട്ട് കൂട്ടുമ്പോൾ നമുക്ക് 9 കിട്ടുന്നത്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത സ്ത്രീകളുടെ എണ്ണം ചോദിച്ചാൽ അതും എത്രയാണ്? 9.
മുസ്ലിം ലീഗ് ഈ സമ്മേളനം ബഹിഷ്കരിച്ചു. അപ്പൊ മുസ്ലിം ലീഗ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. കാരണം എന്തെന്നാൽ അവരാവശ്യപ്പെട്ടത് 2 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ്. അതായത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അന്നേ ഉണ്ട് പാകിസ്ഥാൻ എന്ന ആശയം അന്നേ ഉണ്ട്. അപ്പൊ പാകിസ്ഥാൻ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്കും ഭരണഘടന വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർക്കൊരു പ്രത്യേക കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണമെന്നാണ് അവർ ആദ്യമേ ഉന്നയിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ അത് നടന്നില്ല. ഒറ്റ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂന്റ് ഹാളിൽ വെച്ചാണ്. ഇപ്പോഴത് അറിയപ്പെടുന്നത് എന്താണ്? സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ്. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളാണ് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് ഹാൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളാണ്. സെൻട്രൽ ഹാളിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? കോൺസ്റ്റിറ്റ്യൂന്റ് ഹാൾ എന്ന് അറിയപ്പെടുന്നത്. അവിടെ വെച്ചിട്ടാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി JB കൃപലാനിയാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. അപ്പൊ നമ്മുടെ ഈ പാർലമെന്റ് നമുക്ക് മുന്നേ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ പുതിയ പാർലമെന്റ് മന്ദിരമൊക്കെ നിലവിൽ വന്നു നമുക്കറിയാം. ഇപ്പൊ തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന പാർലമെന്റ് മന്ദിരത്തിന്റെ സെൻട്രൽ ഹാളാണ് എന്നൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി JB കൃപലാനി. ആദ്യ സമ്മേളനത്തിന്റെ താൽക്കാലിക അധ്യക്ഷനായിരുന്ന ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ നമ്മൾ പറഞ്ഞതാണ്. ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആദ്യ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 1946 ഡിസംബർ 11 തിരഞ്ഞെടുത്തു. നമ്മൾ പറഞ്ഞു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ HC മുഖർജിയും VT കൃഷ്ണമാചാരി എന്നിവരാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നായിരുന്നു? 1946 ഡിസംബർ 13. ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 47 ജനുവരി 22. ഈ ഡേറ്റുകളെല്ലാം നമ്മൾ പറഞ്ഞതാണ്. 1946 ഡിസംബർ 13 നമ്മുടെ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് നമ്മുടെ ആമുഖമായി മാറിയത്. 1947 ജനുവരി 22 ആമുഖത്തെ ഭരണഘടന അംഗീകരിച്ചത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. അപ്പൊ എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പ് നടന്നത് നോക്കാം. ജനസംഖ്യ ആനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും ഓരോ നാട്ടുരാജ്യത്തിനും അല്ലെങ്കിൽ രാജ്യങ്ങളുടെ കൂട്ടത്തിനും സീറ്റുകൾ അനുവദിച്ചു. അപ്പൊ എന്താണ്? ജനസംഖ്യ ആനുപാതികമായിട്ടാണ് സീറ്റുകൾ അനുവദിച്ചത്. എങ്ങനെയായിരുന്നു ആ ജനസംഖ്യ അനുപാതം എന്നൊന്ന് പഠിച്ചിരിക്കുക. 10 ലക്ഷം പേർക്ക് 1 എന്നതായിരുന്നു ഏകദേശ അനുപാതം. അല്ല 1 ആണ്. 10 ലക്ഷം പേർക്ക് 1:10 lakhs എന്നതായിരുന്നു ഒരു ഏകദേശ അനുപാതം. 10 ലക്ഷം ജനങ്ങൾക്ക് ഒരു പ്രതിനിധി എന്ന രീതിയിലാണ് ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്തത്. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. എത്രയായിരുന്നു? 389 അംഗങ്ങളാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ ആകെ ഉള്ളത്. ഈ 389 തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യണം. കാരണം നമുക്ക് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളും ഉണ്ട്, പ്രിൻസ്ലി സ്റ്റേറ്റുകളും ഉണ്ട്. അപ്പൊ അതിൽ രണ്ടിൽ നിന്നും കൂടിയാണ് ടോട്ടൽ 389 വരുന്നത്. അപ്പൊ ഈ 389-ൽ 296 അംഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നാണ്. 296 അംഗങ്ങൾ. 93 അംഗങ്ങൾ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നാണ്. നമ്മുടെ നാട്ടുരാജ്യം, നമ്മുടെ തിരുവിതാംകൂറൊക്കെ എന്തായിരുന്നു? നാട്ടുരാജ്യമായിരുന്നു, ബ്രിട്ടീഷ് പ്രവിശ്യ അല്ലായിരുന്നു അല്ലെ. നമുക്ക് നേരിട്ട് ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചിട്ടില്ല, നമ്മൾ നാട്ടുരാജ്യമായിരുന്നു. തിരുവിതാംകൂറൊക്കെ നാട്ടുരാജ്യമാണ്. അങ്ങനെയുള്ള നാട്ടുരാജ്യങ്ങളിൽ നിന്നാണ് 93 അംഗങ്ങൾ ഉണ്ടായിരുന്നത്. 296 അംഗങ്ങളിൽ, അപ്പൊ ഈ 296 അംഗങ്ങൾ, അതായത് നമ്മുടെ ഈ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് ഗവർണർമാരുടെയും ഒന്ന് കമ്മീഷണർമാരുടെയും പ്രവിശ്യ. ഗവർണർമാരെ ഭരിക്കുന്ന പ്രവിശ്യകളുമുണ്ട്,
പിന്നെന്താണ് കമ്മീഷണർമാർ, ചീഫ് കമ്മീഷണർമാർ ഭരിക്കുന്ന പ്രവിശ്യകളുമുണ്ട്. അപ്പൊ ഈ 296 അംഗങ്ങളിൽ 292 അംഗങ്ങൾ 11 ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നായിരുന്നു. ബാക്കി 4 അംഗങ്ങൾ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന്. അപ്പൊ 4 ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ 4 അംഗങ്ങൾ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും 11 ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും ആകെ 292 അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ 4 ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഡൽഹി, അജ്മീർ, കൂർഗ്, ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ. ഇതാണ് 4 ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകൾ. ഏതൊക്കെയായിരുന്നു? ഡൽഹി, അജ്മീർ, കൂർഗ്, ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ. ഡൽഹി, അജ്മീർ, കൂർഗ്, ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ. ഇതാണ് 4 ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യ. അപ്പൊ അവിടെ നിന്ന് 4 പേരും ബാക്കി 292 അംഗങ്ങൾ 11 ഗവർണർമാരുടെ പ്രവിശ്യകളും. ഇപ്പൊ ഓർക്കുക, 11 ഗവർണർമാരുടെ പ്രവിശ്യകളാണ് ഉണ്ടായിരുന്നത്. 4 ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകൾ ഡൽഹി, അജ്മീർ, കൂർഗ്, ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ. അപ്പോ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും ആകെ 296 അംഗങ്ങൾ, 93 അംഗങ്ങൾ പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്നും ആകെ 389. ഈ 389നെയാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയിരിക്കുന്നത്. ഓരോ പ്രവിശ്യയിലും സീറ്റുകൾ അവരുടെ ജനസംഖ്യാ അനുപാതം അനുസരിച്ച് മുസ്ലിങ്ങൾ, സിഖുകാർ, പൊതുവിഭാഗം എന്നിങ്ങനെ 3 മുഖ്യ വിഭാഗങ്ങൾക്കിടയിൽ വീതിച്ചു നൽകി. ഇപ്പൊ എന്താണ്? ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ അവരുടെ ജനസംഖ്യ അനുപാതം അനുസരിച്ച് ആർക്കൊക്കെ വിഭജിച്ചു നൽകി? മുസ്ലിങ്ങളുണ്ട്, സിഖുകാരുണ്ട്, പിന്നെ ജനറൽ കാറ്റഗറി, പൊതുവിഭാഗമുണ്ട് എന്നിങ്ങനെ 3 മുഖ്യ വിഭാഗങ്ങൾക്കിടയിൽ വീതിച്ചു നൽകി. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം. അപ്പൊ എന്താണ്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് പ്രകാരം നിയമനിർമ്മാണ സഭയിലെ ഓരോ സമുദായത്തിലും പെട്ട അംഗങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഓരോ സമുദായത്തിൽപ്പെട്ട അംഗങ്ങൾ അവരവരുടെ പ്രതിനിധികളെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം അനുസരിച്ചാണ് തിരഞ്ഞെടുത്തത്. ഇത് എവിടത്തെ കാര്യമാണ് പറഞ്ഞത്? പ്രവിശ്യകളുടെ കാര്യമാണ് പറഞ്ഞത്. ഓരോ പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ ഓരോ സമുദായത്തിലും പെട്ട അംഗങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ പ്രവിശ്യയിലും അവർക്കൊരു നിയമനിർമ്മാണ സഭയുണ്ട്. അവിടെയുള്ള അംഗങ്ങൾ ചേർന്നിട്ടാണ് അവരുടെ ഓരോ പ്രതിനിധികളെ തിരഞ്ഞെടുത്തത്. നാട്ടുരാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികളെ കൂടിയാലോചനയിലൂടെ നിശ്ചയിക്കുവാൻ തീരുമാനിച്ചു. കൂടിയാലോചനയിലൂടെ നിശ്ചയിക്കുക എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? രാജാവ് തീരുമാനിക്കുക, അവരെല്ലാവരോടും ഇരുന്നിട്ട് തീരുമാനിക്കുക, ഇങ്ങനെ ഒരാള് പോകട്ടെ എന്ന രീതിയിൽ തീരുമാനമെടുക്കുകയാണ് ഉള്ളത്. അപ്പോൾ പ്രവിശ്യകളിൽ എന്താണ്? പ്രവിശ്യകളിൽ ഏക കൈമാറ്റ വോട്ട് രീതി അനുസരിച്ചിട്ടാണ് പ്രവിശ്യകളിൽ തിരഞ്ഞെടുത്തതെങ്കിൽ നാട്ടുരാജ്യങ്ങളിൽ അങ്ങനെയല്ല, അവര് നാമനിർദ്ദേശം ചെയ്യുകയാണ് ചെയ്തത്. എന്താണ് ചെയ്തത്? നാമനിർദ്ദേശം. കൂടിയാലോചനയിലൂടെ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? നാമനിർദ്ദേശം ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. 1946 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലേക്കുള്ള 296 സീറ്റുകളുടെ തിരഞ്ഞെടുപ്പ് നടന്നു. എത്ര സീറ്റുകൾക്കാണ്? 296 സീറ്റുകൾ 1946 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ. അപ്പൊ ഈ 296 എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളുടെ സീറ്റാണ്. ഈ 296ലേക്കും തിരഞ്ഞെടുപ്പാണ് നടന്നത് അല്ലെ. നാട്ടുരാജ്യങ്ങളിൽ നിന്ന് മാത്രമാണ് എന്ത്? കൂടിയാലോചന, അവരെ ആരെങ്കിലും ഒക്കെ നാമനിർദ്ദേശം ചെയ്യുന്ന രീതി. അപ്പം പ്രിൻസ്ലി സ്റ്റേറ്റുകളിൽ മാത്രമാണ് കൂടിയാലോചന. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ എന്താണ്? അവിടെ തിരഞ്ഞെടുപ്പാണ് നടന്നത്. അപ്പോൾ 1946 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഈ 296 സീറ്റുകളുടെ തിരഞ്ഞെടുപ്പ് നടന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 82% സീറ്റുകൾ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അപ്പോൾ 82% സീറ്റുകളും ആർക്കായിരുന്നു? കോൺഗ്രസ് പാർട്ടിക്കായിരുന്നു ലഭിച്ചത്. തിരഞ്ഞെടുപ്പിലൂടെ 82% സീറ്റുകളും ലഭിച്ചത് കോൺഗ്രസ് പാർട്ടിക്കാണ്. 296 അംഗങ്ങളിൽ 4 സിഖ് മതസ്ഥരും 3 ആംഗ്ലോ ഇന്ത്യൻസും 3 പാഴ്സി മതസ്ഥരും ഉൾപ്പെട്ടിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 208 സീറ്റ്, ആകെ 296 സീറ്റിൽ കോൺഗ്രസ് 208 സീറ്റും മുസ്ലിം ലീഗ് 73 സീറ്റും
ബാക്കിയുള്ള 15 സീറ്റ് സ്വതന്ത്രരും നേടി. അപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ട്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസുകാരുടെ എണ്ണം എത്രയാണ്? കോൺഗ്രസിന് എത്ര സീറ്റാണ് ലഭിച്ചത്? എത്രയായിരുന്നു? 208 സീറ്റാണ് കോൺഗ്രസിന് ലഭിച്ചത്. 73 സീറ്റാണ് ആർക്ക് ലഭിച്ചത്? മുസ്ലിം ലീഗിന് ലഭിച്ചത്. ഇതൊക്കെ ഓർത്തിരിക്കുക. 208 സീറ്റ് കോൺഗ്രസിനും 73 സീറ്റ് മുസ്ലിം ലീഗിനും 15 സീറ്റ് സ്വതന്ത്രരും നേടി. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളികൾ ആരെല്ലാമാണ് മലയാളികൾ? ആകെ 17 മലയാളികൾ, വനിതകൾ ഉൾപ്പെടെ ആകെ 17 മലയാളികളാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. അതിൽ വനിതകളുടെ എണ്ണം 3 ആണ്. അപ്പോൾ ആകെ മലയാളികൾ 17 ആണ്, അതിൽ വനിതകളുടെ എണ്ണം 3 ആണ്. ഈ 17 മലയാളികൾ എന്ന് പറയുന്നത് നമുക്ക് തിരുവിതാംകൂറിൽ നിന്നുണ്ട്, മദ്രാസിൽ നിന്നുണ്ട്, പിന്നെ മലബാറിൽ നിന്നുണ്ട്. അങ്ങനെ പല പല ഏരിയകളിൽ നിന്നിട്ടാണ് ഈ 17 മലയാളികൾ വരുന്നത്. ഇപ്പൊ തിരുവിതാംകൂറിൽ നിന്നും ആരൊക്കെ? ഇപ്പൊ നമുക്ക് തിരിഞ്ഞു പോകുന്ന ഒരു സംഭവമുണ്ട്. തിരുവിതാംകൂറിലേതാര്, മലബാറിലേതാര് എന്ന രീതിയിൽ നമുക്ക് തിരിഞ്ഞു പോകാറുണ്ട്. അപ്പൊ തിരിഞ്ഞു പോകാതിരിക്കാനാണ് ഒരു കോഡാണ്, ആവശ്യമുള്ളവർക്ക് എടുക്കാം. പട്ടം പിടി ശങ്കരെ നാട മുഹമ്മദിന്റെയിലുണ്ട്. വളരെ സിമ്പിൾ ആണ്. പട്ടം പിടി ശങ്കരെ നാട മുഹമ്മദിന്റെയിലുണ്ട്. അപ്പൊ പട്ടം ആരാണ്? പട്ടം കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഒരു പട്ടമേ അറിയാവൂ. ആരാണത്? പട്ടം താണുപിള്ള. പട്ടം താണുപിള്ളയാണ് ആ പട്ടം. പിടി ആരാണ്? PT ചാക്കോ. പിടി ആരാണ്? PT ചാക്കോ. ശങ്കർ ആരാണ്? R ശങ്കർ. നാട PS നടരാജപിള്ള. മുഹമ്മദ് KA മുഹമ്മദ്. അപ്പൊ വളരെ സിമ്പിൾ ആണ്. പട്ടം പിടി ശങ്കരെ നാട മുഹമ്മദിന്റെയിലുണ്ട്. ആരൊക്കെയാണ്? പട്ടം താണുപിള്ള, PT ചാക്കോ, R ശങ്കർ, PS നടരാജപിള്ള, KA മുഹമ്മദ്. അപ്പൊ ഇനി തിരിഞ്ഞു പോകോ? തിരുവിതാംകൂറിൽ നിന്നും ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഉടനെ നമ്മൾ പട്ടം പറത്താൻ പോണോ അല്ലേ? പട്ടം പിടി ശങ്കരെ നാട മുഹമ്മദിന്റെയിലുണ്ട് എന്നൊരു കോഡ് മാത്രം മതി. തിരുവിതാംകൂറിൽ നിന്നും ആരൊക്കെ? ഇവരുടെ കൂടെ ഒരു വനിത കൂടിയുണ്ട്, നമ്മുടെ ആനി മസ്ക്രീൻ കൂടെ ചേർന്നാണ് തിരുവിതാംകൂറിൽ നിന്നുള്ള നമ്മുടെ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ. കൊച്ചിയിൽ നിന്നും ഒരാളെ ഉള്ളൂ. ആരാണത്? പനമ്പള്ളി ഗോവിന്ദമേനോൻ. കൊച്ചിയിൽ നിന്നും പനമ്പള്ളി ഗോവിന്ദമേനോനാണ്. മദ്രാസിൽ നിന്നും ആരൊക്കെയാണ്? അതിനും ഒരു ചെറിയ കോഡുണ്ട്, നിങ്ങൾ വേണമെന്നുള്ളവർ എടുത്താൽ മതി. മാധവന്റെ കുഞ്ഞ് കാണിച്ച പോക്രിത്തരം മേനോൻ അഹമ്മദിനോട് പറയുന്നത് കേട്ട് സത്താർ ഹാജി സ്മൈൽ ചെയ്തു. അപ്പൊ എന്താണ്? മാധവന്റെ കുഞ്ഞ് കാണിച്ച പോക്രിത്തരം മേനോൻ അഹമ്മദിനോട് പറയുന്നത് കേട്ട് സത്താർ ഹാജി സ്മൈൽ ചെയ്തു. മാധവന്റെ കുഞ്ഞ് കാണിച്ച പോക്രിത്തരം മേനോൻ അഹമ്മദിനോട് പറയുന്നത് കേട്ട് സത്താർ ഹാജി സ്മൈൽ ചെയ്തു. മാധവൻ K മാധവ മേനോൻ. അടുത്ത കുഞ്ഞാരാണ്? കുഞ്ഞ് P കുഞ്ഞിരാമൻ. പോക്രിത്തരം മാധവന്റെ കുഞ്ഞ് കാണിച്ച പോക്രിത്തരം B പോക്കർ. ആരാണ്? B പോക്കർ. ആരാണ് അഹമ്മദിനോട് പറഞ്ഞത്? മേനോനാണ്. മേനോൻ അഹമ്മദിനോട് പറഞ്ഞു. മേനോൻ AK മേനോൻ. അഹമ്മദ് ആരാണ്? KTM അഹമ്മദ് ഇബ്രാഹിം. ഇപ്പോ അഹമ്മദിനോട് പറയുന്നത് കേട്ട് സത്താർ ആണ് സ്മൈൽ ചെയ്തത്. അബ്ദുൾ സത്താർ ഹാജി. സ്മൈൽ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. അപ്പൊ എന്താണ്? മാധവന്റെ കുഞ്ഞു കാണിച്ച പോക്രിത്തരം മേനോൻ അഹമ്മദിനോട് പറയുന്നത് കേട്ട് സത്താർ സ്മൈൽ ചെയ്തു. മാധവൻ K മാധവ മേനോൻ. കുഞ്ഞ് P കുഞ്ഞിരാമൻ. പോക്രിത്തരം B പോക്കർ. മേനോൻ AK മേനോൻ. പിന്നെ അഹമ്മദ് ആരാണ്? അഹമ്മദ് KTM അഹമ്മദ് ഇബ്രാഹിം. അഹമ്മദിനോട് പറയുന്നത് കേട്ട് സത്താർ ഹാജി അബ്ദുൾ സത്താർ ഹാജി സ്മൈൽ ചെയ്തു. മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. അപ്പൊ ഇത്രയും പേരാണ് മലബാർ അല്ലെങ്കിൽ നമ്മുടെ മദ്രാസിൽ നിന്നും നമ്മുടെ നിയമനിർമ്മാണ സഭയിലേക്ക് എത്തിയ മലയാളികൾ. ഇനി ഒരാൾ കൂടിയുണ്ട്. UP അല്ലെങ്കിൽ യുണൈറ്റഡ് പ്രൊവിൻസിനെ റെപ്രസെന്റ് ചെയ്തു പോയ മലയാളിയാണ് ഡോക്ടർ ജോൺ മത്തായി. UP അല്ലെങ്കിൽ യുണൈറ്റഡ് പ്രൊവിൻസിനെ റെപ്രസെന്റ് ചെയ്ത് നിയമനിർമ്മാണ സഭയിലേക്ക് പോയ മലയാളിയാണ് ഡോക്ടർ ജോൺ മത്തായി. ഇനി വനിതകൾ ആരൊക്കെ? അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ആനി മസ്ക്രിൻ തിരുവിതാംകൂറിൽ നിന്നാണ്. അമ്മു സ്വാമിനാഥൻ മദ്രാസ് അല്ലെങ്കിൽ മലബാറിൽ നിന്നുമാണ് അമ്മു സ്വാമിനാഥൻ. ദാക്ഷായണി വേലായുധനും എവിടെ നിന്നാണ്? മദ്രാസിൽ നിന്നാണ്. ദാക്ഷായണി വേലായുധനാണ് കേട്ടോ. അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രിൻ, ദാക്ഷായണി വേലായുധൻ. ഇതാണ് ആ 3 വനിതകൾ. തിരുവിതാംകൂറിൽ നിന്നും ആനി മസ്ക്രിൻ, അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസിൽ നിന്നാണെന്ന് ഓർക്കുക.
അപ്പൊ ഇനി നമ്മുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ പറഞ്ഞു ഒരു വിഭജനമൊക്കെ ഉണ്ടായി, കുറെ പേര് എങ്ങോട്ട് പോയി, പാകിസ്ഥാനിലോട്ട് പോയി. അപ്പൊ നമ്മുടെ ആ നമ്പറിന് വ്യത്യാസം വന്നിട്ടുണ്ട്. നോക്കാം. ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടന നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 299 ആണ്. 299 അംഗങ്ങളാണ് ഇന്ത്യ വിഭജനത്തിന് ശേഷം നിയമനിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. അതെന്താണ് ഈ 299? 229 പ്ലസ് 70 എന്ന രീതിയിലാണ്. എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 229 പേർ, 70 പേർ നാട്ടുരാജ്യങ്ങളിൽ നിന്നും. അതാണ് ഈ 229 പ്ലസ് 70. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് പഠിക്കാന്ന് വെച്ചാൽ 229 പ്ലസ് 70 എന്ന് പഠിച്ചു വെക്കുന്നതായിരിക്കും. അപ്പോൾ ആകെ 389 പേരുണ്ടായിരുന്നു അല്ലേ? ആകെ 389 പേരുണ്ടായിരുന്നു. ആ 389 ആണ് ഷടേന്ന് പെട്ടെന്ന് എത്രയായി മാറി? 299 മാറി. ഈ 389-ൽ 296 പേർ എവിടെ നിന്നായിരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നായിരുന്നു. ബാക്കി 93 പേരായിരുന്നു നാട്ടുരാജ്യങ്ങളിൽ നിന്നുണ്ടായിരുന്നത്. അപ്പൊ ഈ 296 ആണ് എത്രയായി മാറിയത്? 229. ഈ 93 70 മാറിയത്. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 296-ൽ നിന്നും അത് 229-ലേക്ക് മാറി. പ്രിൻസ്ലി സ്റ്റേറ്റിലെ അംഗങ്ങളുടെ എണ്ണം 93-ൽ നിന്നും 70 മാറി. ഇപ്പോൾ ഈ 93 70 മാറി, 296 229 മാറി. ആകെ എണ്ണം 389-ൽ നിന്നും 299-ലേക്ക് എത്തി. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ വനിതാ അംഗങ്ങൾ ആകെ 17 എന്ന് നമ്മൾ പറഞ്ഞു. വിഭജനത്തിന് ശേഷം വനിതകളുടെ എണ്ണം 15 ചുരുങ്ങി. ആദ്യം 17 ഉണ്ടായിരുന്നത്, വിഭജന ശേഷം അത് 15 മാറി. അങ്ങനെയെങ്കിൽ നമ്മുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആ 15 വനിതകൾ, നമുക്ക് 3 പേരെ അറിയാം, 3 മലയാളികളാണ്. ബാക്കി 12 പേരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആരൊക്കെയെന്ന് നോക്കാം. ആദ്യം നമ്മളെ 3 പേർ: അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രിൻ, ദാക്ഷായണി വേലായുധൻ. ഇത് ഒത്തിരി എല്ലാ പേരെയും നമുക്ക് അറിയാവുന്നതാണ്. ബീഗം ഐസ്വാസ് റസൽ, ഹൻസ് ജീവരാജ് മേത്ത, ലീല റോയ്. ആരാണ്? ലീല റോയ്. അപ്പോ ആരൊക്കെയാണ്? ബീഗം ഐസ്വാസ് മകൾ ഹൻസ മേത്ത അല്ലെങ്കിൽ ഹൻസ ജീവരാജ് മേത്ത, ലീല റോയ്. ആരാണ്? ലീല റോയ്. മാലതി ചൗധരി, പൂർണിമ ബാനർജി, രാജ്കുമാരി അമൃത് കൗർ, രേണുക റായ്, സരോജിനി നായിഡു, സുജയ്ത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇവരാണ് ആ വനിതകൾ. ആരൊക്കെയാണ്? ഒന്നുകൂടെ നോക്കാം. അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രിൻ, ദാക്ഷായണി വേലായുധൻ, ബീഗം ഐസ്വാസ് റസൽ, ഹൻസ ജീവരാജ് മേത്ത അല്ലെങ്കിൽ ഹൻസ മേത്ത, ലീല റോയ്, മാലതി ചൗധരി, പൂർണിമ ബാനർജി, രാജ്കുമാരി അമൃത് കൗർ, രേണുക റായ്, സരോജിനി നായിഡു, സുജേത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ് എന്നിവരാണ് ആ 15 വനിതകൾ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസ്വാസ് റസൂൽ. അപ്പൊ എന്താണ്? ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസ്വാസ് റസൂൽ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസ്വാസ് റസൂൽ. അങ്ങനെയെങ്കിൽ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിതയാണ് നമ്മുടെ ദാക്ഷായണി വേലായുധൻ. മദ്രാസിനെ റെപ്രസെന്റ് ചെയ്തു പോയ മലയാളി വനിതയായ ദാക്ഷായണി വേലായുധനാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിത. ഭരണഘടനയുടെ രൂപീകരണം നോക്കാം. ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം 2 വർഷം 11 മാസം 18 ദിവസമാണ്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 17 എന്നും കൊടുത്തിട്ടുണ്ട്. ഭരണഘടനയുടെ നിർമ്മാണത്തിന് ചിലവായ ആകെ തുക 64 ലക്ഷം രൂപയാണ്. 75 വർഷങ്ങൾക്ക് മുന്നേ ആണെന്ന് ഓർക്കുക. 64 ലക്ഷം രൂപയാണ് ഭരണഘടനയുടെ നിർമ്മാണത്തിന് ചിലവായ തുക. ഇത് പൊതുജനാഭിപ്രായം അറിയാനായി ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപം ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ചു. കാരണം ജനങ്ങളുടെ അഭിപ്രായം അറിയണം. ഇതാണ് നമ്മുടെ ഭരണഘടന, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ, നിങ്ങളുടേതായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ, അല്ലെങ്കിൽ ശരിയായിട്ടില്ല, ഇങ്ങനെ പാടില്ല എന്നെന്തെങ്കിലും അഭിപ്രായമുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇത് പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. എന്നായിരുന്നു അത്? 1948 ഫെബ്രുവരി മാസം 28-നാണ് ഭരണഘടനയുടെ കരട് രൂപം ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചത്. 1948 ഫെബ്രുവരി 28-ന്.
ഭരണഘടനയുടെ പൂർണ്ണ രൂപം, അതായത് ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ആദ്യമായിട്ട് നമ്മളെ അംബേദ്കർ ഭരണഘടന നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് 1948 നവംബർ 4-നാണ്. അപ്പൊ പൊതുജന അഭിപ്രായമൊക്കെ അറിഞ്ഞു, തിരുത്തലുകളൊക്കെ വേണ്ടി വന്നു, അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരുത്തലുകളൊക്കെ ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ആയിട്ട് ഇത്രയുമാണ് എൻ്റെ എഴുത്തുകൾ, ഇത്രയുമാണ് ഞാൻ കണ്ടെത്തിയത് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇത്രയുമാണ് ചെയ്തിരിക്കുന്നത് എന്ന രീതിയിൽ നമ്മുടെ ഭരണഘടനയുടെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംബേദ്കർ അവതരിപ്പിച്ചത് 1948 നവംബർ 4-നാണ്. ഇത് പെട്ടെന്ന് അങ്ങ് അംഗീകരിക്കില്ല. എന്ത് ചെയ്തു? പല പല ദിവസങ്ങൾ സെഷൻസ് കൂടി, പിന്നെയും സെഷൻസ് കൂടി, ഒരുപാട് വെട്ടും തിരുത്തലും പിന്നെയും വന്നു അല്ലെ. നമ്മുടെ ഭരണഘടനാ സമിതിയിലെ അംഗങ്ങൾക്കും അഭിപ്രായമുണ്ട്, ഏത് പാടില്ല, ഏത് വേണം എന്നുള്ള രീതിയിൽ. അപ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പിന്നീട് ഭേദഗതികളും ഒക്കെ വന്നു. ഭരണഘടന നിലവിൽ വരുന്നതിന് മുന്നേ ഉള്ള കാര്യമാണ് പറയുന്നത്. അതായത് പല വെട്ട് തിരുത്തുകളും കൂട്ടിച്ചേർക്കലുകളും ഒക്കെ കഴിഞ്ഞു അവസാനം 1949 നവംബർ 26-ന് ഭരണഘടന നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ചു. ഈ ദിവസമാണ് നമ്മൾ എന്തായി ആചരിക്കുന്നത്? ദേശീയ നിയമദിനമായി ആചരിക്കുന്നു, ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു, നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചതെന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് എന്നാണ് 1950 ജനുവരി 24-നാണ്. 1950 ജനുവരി 24-നാണ്. അപ്പോൾ 1950 ജനുവരി 24-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത്. 284 പേരാണ് ഭരണഘടനയിൽ ഒപ്പുവെച്ചത്. 1950 ജനുവരി 24-ന് ഇന്ത്യൻ ഭരണഘടനയിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം 284-ആണ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആ യോഗത്തിൽ, അതായത് അവസാനത്തെ യോഗം 1950 ജനുവരി 24-നാണ് അവസാന യോഗം ചേർന്നത്. ആ അവസാന യോഗത്തിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം, അവസാന യോഗത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയായിരുന്നു? 284-ആണ്. 284 പേരാണ് 1950 ജനുവരി 24-ന് ഭരണഘടനയിൽ ഒപ്പുവെച്ചത്. അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ അവസാന സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്ര? പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ്? 284-ആണ്. ആ പങ്കെടുത്ത അത്രയും പേര് നമ്മുടെ ഭരണഘടനയിൽ ഒപ്പുവെച്ചു. അപ്പൊ ഈ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു? 395. നിലവിൽ വരുമ്പോൾ 395 അനുച്ഛേദങ്ങൾ, 8 പട്ടിക 22 ഭാഗം. 395 അനുച്ഛേദങ്ങൾ, 8 പട്ടിക 22 ഭാഗം. നിലവിൽ എത്രയുണ്ട്? നിലവിൽ 470 അനുച്ഛേദങ്ങളും 12 പട്ടികയും 25 ഭാഗങ്ങളുമുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പല പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ള കാര്യം. 8 പട്ടിക 12-ആയി മാറി, 22 ഭാഗങ്ങൾ 25-ആയി മാറി, 395 470-ആയി മാറി. പലതരം മാറ്റങ്ങളിലൂടെ രൂപപ്പെട്ടതാണ് നമ്മുടെ ഇന്ത്യയുടെ ബൃഹത്തായ ഭരണഘടന എന്ന് ഓർക്കുക. ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി നമുക്കറിയാം, നമ്മൾ പ്രിന്റ് ചെയ്യുകയല്ല ചെയ്തത്, എഴുതി തയ്യാറാക്കുകയാണ് ചെയ്തത്. ഈ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരാണ്? പ്രേം ബിഹാരി നരേൻ റൈസാര. ആരാണ്? പ്രേം ബിഹാരി നരേൻ റൈസാര. ഭരണഘടനയോട് ഒരുപാട് പ്രേമമുള്ള ആളാണ്. പ്രേം ബിഹാരി നരേൻ റൈസാരയാണ് ആ 1,17,360 വാക്കുകൾ എഴുതി ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ്. ശാന്തി നികേതനിലെ കലാകാരന്മാരായിരുന്നു നമ്മുടെ നന്ദലാൽ ബോസും റാം മനോഹർ സിൻഹയും. അവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് നമ്മുടെ പ്രേം ബിഹാരി നരേൻ റൈസാദ തയ്യാറാക്കിയ ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി മനോഹരമാക്കിയത്. അത് മനോഹരമാക്കിയത് ആരൊക്കെ ചേർന്നിട്ടാണ്? നന്ദലാൽ ബോസും റാം മനോഹർ സിൻഹയുമായിരുന്നു. ലേഔട്ട് തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചാൽ നന്ദലാൽ ബോസ് ആണ്. ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്ത് പതിപ്പ് തയ്യാറാക്കിയത് ആര്? ഹിന്ദി കൈയെഴുത്ത് പതിപ്പ് തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണ വൈദ്യനാണ്. വസന്ത് കൃഷ്ണ വൈദ്യയാണ്. വസന്ത് കൃഷ്ണൻ വൈദ്യ, ഒരു വൈദ്യരാണ് ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്ത് പതിപ്പ് തയ്യാറാക്കിയത്. ഈ ഹിന്ദി കൈയെഴുത്ത് പതിപ്പ് മനോഹരമാക്കിയത് നന്ദലാൽ ബോസ് ആണ്. നന്ദലാൽ ബോസ് തന്നെയാണ് നമ്മുടെ ഹിന്ദി കൈയെഴുത്ത് പതിപ്പും മനോഹരമാക്കിയത്. അതിന്റെ കവർ പേജ് തയ്യാറാക്കിയതും നന്ദലാൽ ബോസ് ആണ്. ഇനി നമുക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ട്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ പറഞ്ഞു നിർത്താം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി 22 കമ്മിറ്റികൾ അടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അപ്പൊ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 22 കമ്മിറ്റികളുണ്ട്. അതിലെ പ്രധാന കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. പലയിടത്തും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്.
ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ കമ്മിറ്റികളുടെ എണ്ണം എത്രയായിരുന്നു? 22 കമ്മിറ്റിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് 1947 ഓഗസ്റ്റ് 29-നാണ്. 1947 ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത്. ചെയർമാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങൾ 7 പേരാണ്. ആകെ 7 അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, ആധുനിക മനു എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, ആധുനിക മനു എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇതിലും തിരുത്തുകളൊക്കെ ഉണ്ട്. ഡോക്ടർ BR അംബേദ്കർ ചെയർമാൻ ആയിരുന്നു. KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, DP ഖൈത്താൻ മയ്യത്തായപ്പോൾ TT കൃഷ്ണമാചാരി. അപ്പോൾ ഖൈത്താൻ TT എടുത്ത് മയ്യത്തായി എന്ന് ഓർത്തിരിക്കുക. DP ഖൈത്താൻ മയ്യത്തായപ്പോൾ TT കൃഷ്ണമാചാരി. എന്താണ്? DP ഖൈത്താൻ 1948 മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണശേഷം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മെമ്പറായി മാറിയത് TT കൃഷ്ണമാചാരിയാണ്. അപ്പോൾ ഒരാളെയും കൂടെ നമ്മൾ റീപ്ലേസ് ചെയ്യും. അപ്പൊ അത് തിരിഞ്ഞു പോകാതിരിക്കാനാണ് പറഞ്ഞത്. DP ഖൈത്താൻ TT എടുത്ത് മയ്യത്തായി എന്ന് ഓർക്കുക. ഖൈത്താൻ TT എടുത്ത് മയ്യത്തായി. TP ഖൈത്താന്റെ മരണശേഷമാണ് TT കൃഷ്ണമാചാരി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗമാകുന്നത്. N ഗോപാലസ്വാമി അയ്യങ്കാർ. പിന്നെ ആരാണ്? BR മിത്തർ രാജിവെച്ചു. മിച്ചർ തിന്നാൻ വേണ്ടിയിട്ട് സമയം കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം രാജിവെച്ചു. പകരം ആര് വന്നു? N മാധവറാവു. BL മിത്തർ രാജിവെച്ച ശേഷം N മാധവറാവു ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗമായത്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കുറച്ച് വിശേഷണങ്ങളുണ്ട്. നമുക്ക് ഇതും വിട്ടുകളയാൻ പറ്റില്ല. അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ക്വാസി ഫെഡറൽ എന്ന് പറഞ്ഞത് KC വെയർ ആണ്. അപ്പൊ ക്വാസി ഫെഡറൽ KC വെയർ ഓർത്തിരിക്കുക. ഇന്ത്യൻ ഭരണഘടനയെ ക്വാസി ഫെഡറൽ എന്ന് പറഞ്ഞത് KC വെയർ ആണ്. കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞത് ഗ്രാൻവില്ല ഓസ്റ്റിൻ. കോപ്പറേറ്റീവ്സ് എല്ലാം നല്ലൊരു വലിയ വില്ലയിലൊക്കെയാണ് ഇരിക്കുന്നത് അല്ലേ? നല്ല കോപ്പറേറ്റീവ്സ് ഒക്കെ എവിടെ ഇരിക്കുന്നത്? വലിയ വലിയ വില്ലകൾക്കകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് ഫെഡറലിസം ഗ്രാൻവില്ലെ ഓസ്റ്റിൻ ആണ് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞത്. ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസിംഗ് ടെൻഡൻസി ഐവർ ജെന്നിങ്സ് ആണ് പറഞ്ഞത്. ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസിംഗ് ടെൻഡൻസി. ബാർഗെയിനിങ് ഫെഡറലിസം മോറിസ് ജോൺസ്. ആരാണ്? ബാർഗെയിനിങ് ഫെഡറലിസം. നമുക്ക് നമ്മുടെ നാട്ടില് മോറിസ് എന്നും പറഞ്ഞ റോബസ്റ്റ് പഴത്തിനെ മോറിസ് എന്ന് പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ പറയുമോ എന്ന് എനിക്കറിയില്ല. നമ്മൾ റോബസ്റ്റ് പഴം ഇല്ല, പച്ച കളറിലിരിക്കുന്ന പഴം, അതിനെ നമ്മൾ മോറിസ് എന്ന് പറയാനുണ്ട്. അപ്പോൾ ആ മോറിസ് പഴത്തിന് വേണ്ടിയിട്ട് ബാർഗെയിനിങ് നടത്തിയെന്ന് ഓർക്കുക. ബാർഗെയിനിങ് ഫെഡറലിസം മോറിസ് ജോൺസ്. അപ്പോൾ ആ മോറിസ് പഴം, അതായത് ഈ ജിമ്മിലൊക്കെ പോകുന്നവർ കൂടുതലായിട്ടും ഈ റോബസ്റ്റ് പഴം അല്ലെങ്കിൽ ഈ മോറിസ് പഴം കഴിക്കാറുണ്ട്. അപ്പോൾ ഈ മോറിസ് പഴം ജിമ്മിൽ പോകുന്ന എല്ലാവരും ഒന്ന് ബാർഗെയിൻ ചെയ്ത് വാങ്ങി. അതിന് കുറച്ച് ഷോർട്ടേജ് ഉണ്ടായപ്പോൾ ബാർഗെയിൻ ചെയ്താണ് വാങ്ങിയതെന്ന് ഓർത്തിരിക്കുക. ബാർഗെയിനിങ് ഫെഡറലിസം മോറിസ് ജോൺസ്. കോസി ഫെഡറൽ KC വെയർ. പിന്നെന്താണ്? കോപ്പറേറ്റീവ്സ് എല്ലാവരും എവിടെ ഇരിക്കുന്നത്? വില്ലകളിൽ. കോപ്പറേറ്റീവ് ഫെഡറലിസം ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. മോറിസ് ജോൺസ് എന്താ പറഞ്ഞേ? ബാർഗെയിനിങ് ഫെഡറലിസം. ഐവർ ജെന്നിങ്സ് പറഞ്ഞു ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസിംഗ് ടെൻഡൻസി. എക്സ്ട്രീംലി ഫെഡറൽ പൗൾ ആപ്ലബി. അദ്ദേഹമാണ് എക്സ്ട്രീംലി ഫെഡറൽ. അപ്പൊ ആപ്പിളിനാണ് ഇപ്പൊ എക്സ്ട്രീം റേറ്റ് വരുന്നത് അല്ലെ? 250, 270 റേറ്റ് ഒക്കെയാണ് നല്ലൊരു 1 കിലോ ആപ്പിളിന്. അപ്പോൾ എക്സ്ട്രീംലി ഫെഡറൽ, അപ്പൊ എക്സ്ട്രീം വില വരുന്നത് ആപ്പിളിനാണ്. എക്സ്ട്രീംലി ഫെഡറൽ പൗൾ ആപ്ലബി. നിയമജ്ഞരുടെ പർദീസ എന്ന് പറഞ്ഞതും ഐവർ ജെന്നിങ്സ് ആണ്. എക്സ്ട്രീംലി ഫെഡറൽ, എക്സ്ട്രീം എമൗണ്ട് കൊടുത്ത് നമ്മൾ വാങ്ങുന്ന ഫ്രൂട്ട് ആപ്പിൾ. എക്സ്ട്രീംലി ഫെഡറൽ പൗൾ ആപ്ലബി. നിയമജ്ഞരുടെ പർദീസ
ഐവർ ജെന്നിങ്സ്. അപ്പൊ നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട എല്ലാ പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് അതുകൊണ്ടാണ് ലെങ്തി ആയി പോയത്. ഇതിൽ നിന്ന് ഏത് ഒഴിവാക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നീട്ടിയത്. അപ്പൊ ഇതെല്ലാം നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കുക. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ഫാക്ട്സ് ആണ്. 75ാം വാർഷികമാണ് വന്നിരിക്കുന്നത്. തീർച്ചയായും ഇനി വരുന്ന പരീക്ഷകളിൽ നമ്മുടെ ഭരണഘടനയെ പറ്റി ഡീപ്പായിട്ട് തന്നെ ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമന്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്